എനിക്കെപ്പോഴും ബാബയോടൊപ്പം ജീവിക്കണം. അത് നമ്മൾ അല്പം ഇവിടെ ടച്ച് ചെയ്തതായിരുന്നു. അപ്പോൾ ബാബയോടൊപ്പം ജീവിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ജീവിതത്തിലേക്ക് ഇറങ്ങി നോക്കണം. തുടക്കത്തിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്, അവസാനിക്കുമ്പോഴേ ആരുണ്ടായിരിക്കും. ഇത് ലൗകിക ജീവിതത്തിൽ നമുക്കറിയാവുന്നതാണ്. തുടക്കത്തിൽ ഒറ്റയ്ക്കാണ് തുടങ്ങുന്നതല്ലേ, പറയുന്നത് അക്കേലെ ആയേ ഹേ അക്കേലെ ജാനായേ, ഒറ്റയ്ക്കാണ് വന്നത്, ഒറ്റയ്ക്കാണ് പോകേണ്ടത്. വരുന്ന സമയത്ത് ബാബ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഉള്ളവർ ആരെങ്കിലും പരിചയം ഉണ്ടായിരുന്നോ? ആരെങ്കിലും പരിചയം ഉണ്ടായിരുന്നോ? ആരെ പരിചയമില്ലായിരുന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഈ പരിചയം ഉണ്ടായത് അല്ലേ. പരിചയപ്പെട്ട് പ്രായമായി, കല്യാണം കഴിഞ്ഞ്, പിന്നെ പുതിയ ആളുകൾ വന്ന് അവരെയും പരിചയപ്പെട്ട്, അവർക്കും പ്രായമായി, അവരുടെയും കല്യാണം കഴിഞ്ഞ്, പിന്നെ അവർ വെളിയിൽ സെറ്റിലായി. ഇപ്പം അവസാനം ആരുണ്ട്? ഞാനും. ലൗകിക ജീവിതത്തിൽ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും അവസാനം ഉണ്ടായിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഉടനെ വെളിയിലാണ്, ഔട്ട് അല്ലേ. ഒത്തൊരുമിച്ചാരും താമസിക്കാറില്ല, വളരെ അപൂർവം. അവസാനം ഒരു ദിവസം ഭാര്യയില്ലെങ്കിൽ ഭർത്താവ് പോയി, പിന്നെ ആരുണ്ട്? പിന്നെ ഞാനുണ്ട്. മകൻ ആസ്ട്രേലിയയിലാണ്, മകൾ ലണ്ടനിലാണ് അല്ലേ. എല്ലാവരും ഉണ്ട്, പക്ഷെ ആരുണ്ട്? ആരുമില്ല. പിന്നെ ആരുണ്ട്? ആരുമില്ല. നമുക്കാരുണ്ട്? നമുക്കുണ്ട്. ബാബയുണ്ട്. എന്നോടൊപ്പം ബാബയുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലേ ബാബ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുള്ളതാണ്. മറ്റൊരാളുള്ളപ്പോഴത്തേക്ക് ഞാൻ ആ ആളിനെ ആധാരമാക്കി ആളിൻ്റെ കൂടെ സംസാരിച്ച്. അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ ആരുടെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത് കൂടുതൽ? ബാബയോടൊപ്പം. ഇതാണ് ബാബയോടൊപ്പം ജീവിക്കുന്നത്. എനിക്ക് ബാബയോടൊപ്പം ജീവിക്കണം. ബാബ എന്തുകൊണ്ടാണ് നമ്മൾ ഗൃഹസ്ഥികളായിട്ട് തന്നെ ജീവിക്കണമെന്ന് പറയേണ്ട ഉദ്ദേശം? വീട്ടിൽ തന്നെ നിങ്ങൾ ഘർഗൃഹസ്ഥ ചോടനാണെങ്കിൽ വീടും കൂടും നിങ്ങൾ വിടരുത്, അവിടെ തന്നെ നിങ്ങൾ ജീവിക്കണമെന്ന് പറയേണ്ട ഉദ്ദേശം എന്തുകൊണ്ടാണ് പറയുന്നത് വീട്ടിൽ തന്നെ ജീവിക്കണമെന്ന് പറഞ്ഞത്? എന്തോ? സേവാസ്ഥാൻ. ഇനി പറയണം എന്തോ? പ്രവൃത്തി മാർഗമായതുകൊണ്ട് അവിടെ താമസിക്കുമെന്ന് പറയാം. പിന്നെ എന്തുകൊണ്ടാണ് പറയുന്നത്? സത്യവസ്ഥയിൽ പവിത്ര ഗൃഹസ്ഥ മാർഗികളായതുകൊണ്ട് ഇവിടെ ആയിരിക്കണം എന്നുള്ളത്. ഇനി പറയണം എന്തുകൊണ്ടാണ് ബാബ പറയുന്നത് വീടും കൂടും വിടരുതേ, അവിടെ തന്നെ കർമ്മയോഗത്തിലായതുകൊണ്ടല്ലേ. അവിടെ അവരെ പരിവർത്തനം വെച്ചാൽ അവരുടെ സേവ ചെയ്യണം. ബാബ പറയുന്നത് നിങ്ങൾ എന്തിനാണെന്നറിയാം അവിടെ താമസിക്കേണ്ടത്. അവിടെ നിങ്ങൾ ജീവിക്കണമെങ്കിൽ മാത്രമേ എൻ്റെ ഓർമ്മ നിങ്ങൾക്ക് കൂടെ വരുള്ളൂ. മനസ്സിലായില്ലേ? അവിടെ അടികളും തൊഴികളും ഇങ്ങനെ പല ദിക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. വരുമ്പോഴത്തേക്ക് ആരെ ഓർമ്മിക്കും? ലൗകികത്തിലാണ് ദൈവം എന്ന് വിളിക്കും അല്ലേ. ഇപ്പോഴാണെങ്കിൽ ബാബാനാണ് എൻ്റെ ബാബ എന്ന് വിളിക്കും. ഞാൻ പല മാതാജിമാരും വിളിക്കുന്ന കേട്ടിട്ടുണ്ട്, എൻ്റെ ബാബ. ബാബ പറയുന്നത് നിങ്ങൾ അവിടെ വിടുകയാണെങ്കിലേ പിന്നെ ആരെ ഓർമ്മ വരും? ഇവിടെ വരികയാണ്, ഇവിടെ വന്നിട്ട് പിന്നെ അവരെ ഓർമ്മിക്കും. ഭയങ്കര അപായമാണ്. ബാബ പറഞ്ഞ് നിങ്ങൾ അവിടെ തന്നെ അവിടെ ഇരുന്ന് എല്ലാ കണക്കുകളും തീർക്കുമ്പോഴത്തേക്ക് ഞാൻ വന്ന് നിങ്ങളെ കൊണ്ടുപോകാം. അതിനുവേണ്ടി ബാബ നമ്മളിവിടെ ഇത്. അപ്പോൾ അവിടെ ആകുമ്പോഴത്തേക്ക് ബാബ പറയുന്നത് പയറ്റി തെളിയണമെന്നാണ് പറയുന്നത്. അവിടെ ഒരുപാട് പയറ്റുകൾ നടക്കും അല്ലേ. കർമ്മയോഗം അവിടെയാണ്. ബാബ പറഞ്ഞു ഒരിടത്തിരുന്ന് യോഗം ചെയ്തേ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാവാൻ പോണില്ല. അപ്പോൾ നിങ്ങൾ അവിടെ കർമ്മക്ഷേത്രത്തിലായിരിക്കുമ്പോഴത്തേക്ക് സ്ഥിരത വരും.
യോഗവും കർമ്മവും. യോഗവും കർമ്മവും എന്ന് വെച്ചാൽ എന്തുവാണ്? ബാബയോടൊപ്പം ജീവിക്കുന്നതിനാണ് യോഗമെന്ന് പറയുന്നത്. തപസ് എന്ന് വെച്ചിരുന്നാൽ ബാബയോടൊപ്പം ജീവിക്കുന്നതിനാണ് തപസ് എന്ന് പറയുന്നത്. എപ്പോഴും ഈശ്വരനോടൊപ്പം ജീവിക്കുക, തപസ്, നിരന്തര തപസ്സാണ്. ഏത് കാര്യത്തിനും ബാബ, ഏത് കാര്യത്തിനും ബാബ. ഏത് സങ്കല്പം ഉണ്ടാകുമ്പോഴും ശിവസങ്കല്പമസ്തു, ബാബയുടെ സങ്കല്പമാണ് വരുന്നത്. അപ്പോൾ ആ സങ്കല്പം കൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഈ സങ്കല്പം ഒരു വലിയൊരു സമ്പത്താണ്. ഇതെപ്പോഴും വളരെ ശക്തിശാലിയായിട്ടുള്ള സങ്കല്പമാണ്. സങ്കല്പമാണ് ജീവിതം. അപ്പോൾ ബാബയോടൊപ്പം എനിക്ക് ജീവിക്കണം. ഇനി അടുത്തത് പോയിന്റ്, എനിക്ക് ബാബ പറയുന്നത് കേൾക്കണം. പലരും പറയും, പല കാര്യങ്ങളും പറയും. പക്ഷേ എനിക്ക് ആദ്യമായിട്ട് കേൾക്കേണ്ടത് ആരതാണ്? ബാബ പറയുന്നതിന് കേൾക്കണം. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കാറില്ലേ, ബാബ എന്താണ് പറഞ്ഞത്? ഒരു ദിവസം ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ, ഇന്നിപ്പോൾ നമ്മൾ ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ നാളെ എന്താണ് ചോദിക്കുന്നത്? ബാബ എന്താണ് പറഞ്ഞത്? ബാബ എന്താണ് പറഞ്ഞത്? കാരണം അത് കേൾക്കുന്നതിന് നമുക്ക് ഉത്സാഹമുണ്ട്. ഇപ്പോൾ ബാബ അവിടെ മധുബനിൽ വന്നിട്ട് നമുക്ക് ഒരു പക്ഷേ വാണി കിട്ടിയില്ല. നമ്മളെന്ത് ചെയ്യും? ബാബ ഇന്നലെ വന്നിരുന്നല്ലേ, ബാബ എന്താണ് പറഞ്ഞത്? ബാബ എന്താണ് പറഞ്ഞത്? അല്ലേ, നമുക്കുള്ളിൽ ആ ഒരു പ്രതീക്ഷ. ഇപ്പോൾ ബാബ പറയുന്നതാണ് എനിക്ക് കേൾക്കേണ്ടത്. ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞത് ഞാൻ ഈ കലിയുഗം അവസാനം വരെ കേട്ടില്ലേ? അവർ പറഞ്ഞതുപോലെ ചെയ്യുകയും ചെയ്തു. ഈ ഒരു ജന്മം ബാബ പറയുന്നത് ബച്ച ഏക് ജനം മേരെ കോ ദേനാ ഹൈ, ഒരു ജന്മം എനിക്ക് തരണം. ഏക് ലാസ്റ്റ് ജനം മേരെ ഖാത്തിർ. എന്താണ് ബാബ പറയുന്നത്? ബച്ചെ തുംകോ പവിത്ര രഹനാ ഹൈ, ഈ ജന്മം നിനക്ക് പവിത്രനായിട്ട് ഞാൻ പറയുന്നത് കേൾക്കണം. ഇതെല്ലാം എന്തിനാണ്? പുനരവലോകനം ചെയ്യുന്നതിന് വേണ്ടി, ഇൻട്രോസ്പെക്ഷൻ. പിന്നെ എന്താണ്? എനിക്കെപ്പോഴും ബാബയെ തന്നെ നോക്കണം. ബാബ പറയുന്നത് ബച്ചെ മൈ നജർ സൈ നിഹാൽ കർത്താവ്, ഞാൻ നിന്നെ നോക്കാം, നീ എന്നെ നോക്ക്. ഞാൻ നിന്നെ നോക്കുമ്പോഴത്തേക്ക് നിൻ്റെ ദുഃഖം മാറും. ഈശ്വർ की नज़र पड़ने से दुख दूर हो जाता, नज़र से निहाल बिगड़ी को बनाने वाले. നശിച്ചുപോയ ജീവിതത്തെ പുനരുദ്ധാരണം ചെയ്യുന്നവനാണ് ബാബയുടെ ദൃഷ്ടി. അപ്പോൾ ബാബയെ നോക്കുമ്പോഴത്തേക്ക് ബാബ പറയുന്നതാണ് ബച്ചെ മൈ തുംസെ ഹി ബാത് കർത്താ ഹൂം തുംകോ ഹി ദേഖ്താ ഹൂം. കുട്ടി, ഞാൻ നിന്നെയാണ് നോക്കുന്നത് കേട്ടോ, നിൻ്റെ കൂടെയാണ് ദിവസവും സംസാരിക്കുന്നത്. മൈ ബാഹർ വാലോം കോ ദേഖ്താ നഹീ, വെളിയിലുള്ളവരെ ഞാൻ നോക്കൂല കേട്ടോ, ഞാൻ നിന്നെ നോക്കുള്ളൂ. മൈ ബാഹർ വാലോം സെ ബാത്ത് നഹീ കർത്താ ഹൂം, മൈ ബച്ചോം സെ ഹി ബാത്ത് കർത്താ ഹൂം. എൻ്റെ കുട്ടികളോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ ഞാൻ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴത്തേക്ക് ബാബയുടെ ഓർമ്മ വരെയാണ്. ബാബ പറയാണ്, കുട്ടി, ഞാൻ നിന്നെയാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആരെയാണ് നോക്കേണ്ടത്? ബാബയെ നോക്കണം. എപ്പോഴും ബാബയെ നോക്കണം. തൂ ഹി തൂ. മീര ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് എവിടെ നോക്കിയിരുന്നാലും മീരയ്ക്ക് കൃഷ്ണനെ കാണാനുള്ളായിരുന്നു. എവിടെ നോക്കിയിരുന്നാലും കൃഷ്ണയെ. നമ്മൾ നോക്കുമ്പോഴാണ് എവിടെ നോക്കിയിരുന്നാലും ആരെ കാണണം? ബാബായി ബാബായ്, ബാബായി ബാബായ്, ബാബായി ബാബായ്, ബാബ. എവിടെ നോക്കിയിരുന്നാലും ബാബയെ കാണാനുള്ളൂ. നമ്മൾ ദൃഷ്ടി അത്രയും ദൂരാന്തേശിയാണ്. എവിടെ നോക്കിയിരുന്നാലും ബാബയെ കാണും. അടുത്ത ഒരു പോയിന്റ്, ബാബ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. ഓരോ തീരുമാനങ്ങൾ എടുക്കുകയാണ്. ആളുകൾ പറയുന്നത് പോലെ കേട്ട് കാര്യങ്ങൾ ചെയ്ത് തറ പറ്റിയില്ലേ? ഇപ്പോഴിനിയിപ്പോൾ
ആര് പറയാനാണ് നമുക്ക് കേൾക്കേണ്ടത്? നമുക്കതിൻ്റെ ദോഷങ്ങൾ മുഴുവൻ മനസ്സിലാക്കി നമ്മൾ അല്ലേ ബാബ പറയുന്നത് പോലെ ചെയ്യണം. അത് ഓർഡേഴ്സാണ്. കേട്ടിട്ട് കേൾക്കാത്തത് പോലെ ഇരിക്കരുത്. കേട്ടിട്ട് കേൾക്കാത്തത് പോലെ ഇരിക്കരുത്. ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം. ചെയ്യുന്നതിന് വേണ്ടി അറ്റ്ലീസ്റ്റ് പരിശ്രമിക്കണം. നമ്മുടെ പരിസ്ഥിതി നമുക്ക് അനുകൂലമല്ലെങ്കിലും എന്താണ് ചെയ്യേണ്ടത്? ഉള്ളിലെങ്കിലും അതുണ്ടായിരിക്കണം. ബാബ ഇന്നല്ലെങ്കിൽ ഞാൻ നാളെ ഇത് തീർച്ചയായിട്ടും ചെയ്യും എന്നുള്ളതിനെപ്പറ്റി. ബാബ ഇപ്പോൾ ഒരു ശ്രീമത്ത് തരികയാണ് നമുക്ക്. ചിലർക്ക് ശുദ്ധ ആഹാരം കഴിക്കാൻ ഉള്ള പരിസ്ഥിതി ഇല്ലാത്തവർ ചിലർ കാണും. ബാബ പറഞ്ഞത് നമുക്ക് ചെയ്യണം. പക്ഷേ എൻ്റെ പരിസ്ഥിതി എനിക്ക് അനുകൂലമല്ല, ഞാൻ നോക്കിയിട്ട് യാതൊരു വഴിയുമില്ല ഇതിനെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി. പക്ഷേ എൻ്റെ ഉള്ളിലുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഇത് ചെയ്തേ പറ്റൂ, ചെയ്തേ തീരൂ എന്നുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ ബാബ എന്ത് ചെയ്യും? നമ്മുടെ പരിസ്ഥിതിയെ മാറ്റും. പക്ഷേ എന്താണ് വേണ്ടത്? ഉള്ളിൽ ആ തിളപ്പുണ്ടായിരിക്കണം. എനിക്കിത് ചെയ്യണം എന്ന് വിചാരിച്ച് അതൊരു വിഷമതയായിട്ട് എടുക്കാനും പാടില്ല. നമുക്കങ്ങനെ ഒരു പരിസ്ഥിതി ഇല്ലെന്നുണ്ടെങ്കിൽ, പക്ഷേ ഉള്ളിൽ ആത്മാർത്ഥതയുണ്ട്, ആത്മാർത്ഥമായിട്ട് എനിക്കങ്ങനെ പരിവർത്തനപ്പെടുത്തണമെന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് ഇതാണ് ബാബ പറയുന്നത്. കേട്ടിട്ട് കേൾക്കാതിരിക്കുകയല്ല, തുടക്കം കുറിച്ചിട്ടുണ്ട്. ബാബ പറയുന്നതിനെ ചെയ്യുന്നതിനുള്ള തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ സേവയുടെ എത്രയോ കാര്യങ്ങളാണ് ദിവസവും ബാബ പറയുന്നത്. സേവയുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അന്നത്തെ ദിവസം നമ്മൾ ചുമ്മാ ഇരിക്കരുത്. ബാബ പറയാണ്, ബച്ചെ ബഹുത് ബഡാ ബോർഡ് ലഗാനായ ലോക് സബ് അന്ധേ, ആളുകൾ അന്ധന്മാരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വലിയ ബോർഡ് നിങ്ങൾ വയ്ക്കണം കേട്ടോ, എങ്കിലേ ഈ ആളുകൾക്ക് കാണാൻ ഒക്കുള്ളൂ എന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം നമ്മൾ കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളതിനെപ്പറ്റി ശകലമെങ്കിലും ചിന്തിക്കുമോ? നമ്മളിങ്ങനെ ഈ റോഡ് നടന്നു പോവുകയാണ്. പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ലൊക്കേഷൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇത് നല്ലൊരു ലൊക്കേഷനാണ്. ഇവിടെ ഒരു വലിയ ബോർഡ് വെച്ചിരുന്നെങ്കിൽ ഈ നാഷണൽ ഹൈവേയിൽ കൂടെ പോകുന്നവർ മുഴുവൻ നോക്കിയിരുന്നു എന്നൊരു സങ്കല്പം നമ്മുടെ മനസ്സിൽ വന്നു. കാരണം അന്ന് ബാബ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് രണ്ടുമൂന്നുപേരുമായിട്ട് ഷെയർ ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. സങ്കല്പം വിത്ത് വിതച്ച് അന്നത്തെ ദിവസം അത് ചെയ്തില്ല, രണ്ടാമത്തെ ദിവസം ചെയ്തില്ല, മൂന്നാമത്തെ ദിവസം ചെയ്തില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തിയായി? അത് പ്രാക്ടിക്കലായിട്ട് മാറും. എന്താണെന്നറിയാം? ബാബ പറയുന്നത്, ബച്ചേ തും ഏ കദം രഖോ, നീ ഒരു ചുവട് വെച്ചാൽ മതി, ബാക്കി ഞാൻ വയ്ക്കാം. നിനക്ക് പൈസയ്ക്ക് പൈസ ഞാൻ കൊണ്ടുവരാം, ആളിനെ കൊണ്ടുതരാം, ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കിത്തരാം. പക്ഷേ എന്താണ് കണ്ടീഷൻ? ഒരു ചുവട് വയ്ക്കും. ഒരു ചുവട് വെച്ചേ പറ്റും. അതാണ് ഒരു ചുവട്, ഒരു സങ്കല്പം, ഒരു ചുവട് വെച്ച്. നമ്മൾ ഒരിക്കലും ബാബയുടെ ഡയറക്ഷൻസ് കേട്ടിട്ട് ഒരിക്കലും ചുമ്മാ ഇരിക്കരുത്. നമുക്കൊരു സങ്കല്പം ഉണ്ടാകണം. ബാബ പറഞ്ഞതാണ്. ആരാണ് പറയുന്നത്? മനുഷ്യരല്ല പറയുന്നത്. ലൗകികത്തിൽ എത്രത്തോളം ഭയവും ഭക്തിയുമാണ്. നമുക്കിവിടെ വരുമ്പോഴാണ് നമ്മൾ പറയും, നമ്മളെ ബാബയല്ലേ പറഞ്ഞത്, ഒരു കുഴപ്പമില്ല. ബാബ ഇപ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞ് എനിക്ക് ഒരുപാട് ആശ്വാസങ്ങൾ തരികയാണ്. ബാബ ഡോണ്ട് വറി, ഞാൻ ആയിത്തീരും കേട്ടോ. ചില കുട്ടികൾ പറയും പോലും, ബാബ ആ ഫിക്കർ നഹീ കർന, മൈ ബൻ ജാത്ത, സമയം ആനെ പർ ബൻ ജാത്ത, സമയം വരുമ്പോഴത്തേക്ക് ഞാൻ ആയിത്തീരും കേട്ടോ, ഡോണ്ട് വറി. ആരുടെയാണ് പറയണമെന്നും അറിയാൻ വയ്യ നമുക്കിത്. ആരുടെയാണ് നമ്മൾ പറയുന്നത്? നമ്മൾ ആരുടെയാണ്? ബാബ പറയുന്നത്, അച്ഛാ സമയ പർ കരേങ്കെ തോ സമയക്കോ മാർക്ക് മിലേങ്കെ, ആപ്കോ തോ നഹീ മിലേങ്കെ. സമയം വരുമ്പോഴത്തേക്ക് ചെയ്യുമ്പോഴത്തേക്ക് സമയത്തിനാണ് അതിൻ്റെ ബെനഫിറ്റ്, നിങ്ങൾക്ക് എന്തായിരുന്നാലും കിട്ടാൻ പോണില്ല. അങ്ങനെയല്ല, ചുവട് വയ്ക്കണം. നമ്മൾ ആരാണെന്നുള്ളത് ബോധ്യം ഉണ്ടായിരിക്കണം.
സാർവഭൗമനായിട്ടുള്ള ഈശ്വരൻ സൃഷ്ടികർത്താവ് നമ്മുടെ മുമ്പിൽ സാധാരണ രൂപത്തിലിരിക്കുകയാണ്. നമ്മൾ ആളിനെ മനസ്സിലാക്കിയോ? വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. നമുക്കത്രത്തോളം ഭയവും ഭക്തിയും ബഹുമാനവും ആദരവും സമർപ്പണ മനോഭാവവും ഉണ്ടോ? ഈ തിരുമൊഴികൾ നമ്മൾ കേൾക്കുമ്പോൾ, തിരുമൊഴികളാണ് കേട്ടോ, ഈ തിരുമൊഴികൾ പരമ്പൊരുളിൽ നിന്ന് ഇങ്ങനെ, ഇതൊരു ഫ്ലൂട്ടാണ്. അവർ പറയുന്നത് സെർമൺസ് ഓൺ ദ മൗണ്ട് ഗലീലി, ജീസസ് ക്രൈസ്റ്റിന് സെർമൺസ് കിട്ടിയത്. ഇവിടെ സെർമൺസ് ഓൺ ദ മൗണ്ട് അബുവിൽ നിന്നുള്ള സെർമൺസ്, ഈശ്വരൻ്റെ മഹാവാക്യങ്ങൾ ഫ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ ഒഴുകുകയാണ്. പറയുന്ന ഗ്യാൻ ഗംഗ ഇങ്ങനെ ഒഴുകുകയാണ്. നമ്മളതിൽ ദിവസവും കുളിക്കുകയാണ്. നമുക്ക് അത്രത്തോളം ആ സമർപ്പണ ഭാവം ഉണ്ടോ? ഭയഭക്തി ഉണ്ടോ? ഡോണ്ട് ടേക്ക് ചാൻസ് എടുക്കരുത്. ക്ലാസ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ഒരിക്കലും ക്ലാസ്സിൽ വരാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ബാബ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതേ, ഇവിടെ ഇരിക്കുന്ന ആൾ പറയുന്നതല്ല നിങ്ങൾ കേൾക്കുന്നത്. പിന്നെ ആരതാണ്? ഈ സങ്കല്പങ്ങൾ മുഴുവൻ ബാബയുടെ സങ്കല്പങ്ങളാണ്. ഈശ്വരൻ പഠിപ്പിക്കുകയാണ്. മഹാവാക്യങ്ങൾ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഈശ്വര സാന്നിധ്യം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പറയുന്നത് തുമാരാ ടീച്ചർ തോ ദിഖായി ദേത്താ നഹീ, നിങ്ങളെ വാദ്യാരെ നിങ്ങൾക്ക് കാണാൻ ഒക്കുമോ? ടീച്ചർ ആർക്കും കാണാൻ ഒക്കില്ല, പക്ഷേ പഠിത്തം നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എത്രത്തോളം ആ ഭയഭക്തി ഉണ്ടെന്നുള്ളതാണ്. ഒരു പെൻസിലും ഒരു ഡയറിയും തീർച്ചയായിട്ടും നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ക്ലാസ്സിൽ ഹാജരായിരിക്കണം. ക്ലാസ് തീരാതെ നമ്മൾ എണീറ്റ് പോകരുത്. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ. ശ്രദ്ധ, ഉപനിഷത്തിൽ പറയുന്നത് വിദ്യ ശ്രദ്ധ ഉപനിഷാദ. വിദ്യ, ശ്രദ്ധയില്ലാതെ വിദ്യ ഒരിക്കലും ധാരണയാകില്ല. അത് ധാരണയാവാതെ ഉപനിഷാദ, സമീപവാസം, ഈശ്വര സാന്നിധ്യത്തിൻ്റെ അനുഭവം, ഇതൊരിക്കലും ഉണ്ടാവില്ലെന്ന് പറയാം ഉപനിഷത്തിൽ. ചന്തോക്യ ഉപനിഷത്തിൽ പറയാം. നമ്മളിവിടെ പ്രാക്ടിക്കലി ഇവിടെ ഇരിക്കുകയാണ്. നമ്മുടെ പരിസ്ഥിതി നമുക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ക്ലാസ്സിൽ ലേറ്റായിട്ട് വരാൻ പാടില്ല. ക്ലാസ് ടീച്ചർ ബാബയാണ് പ്രത്യക്ഷമായിട്ട് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇരിക്കണം. ബാബയുടെ മഹാവാക്യങ്ങൾ തുടങ്ങുമ്പോഴത്തേക്ക് ഓരോ ശബ്ദങ്ങളും കേൾക്കുമ്പോഴത്തേക്ക് ചെവിക്ക് നല്ല ഇമ്പമാണ്. ആദ്യം അതങ്ങ് ഹൃദയത്തിലേക്ക് ഇറങ്ങും. മനരസം, ബാബാ വാ എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ശബ്ദം ഇത് ബാബ പറയുന്ന ഓരോ ശബ്ദങ്ങളും വെച്ച് ഈ ലാഖോ റുപ്പയൊക്കെ. ബാബ എന്താണ് പറയുന്നത്? ഓരോ ശബ്ദങ്ങളും എത്ര രൂപയാണ് വില? 1,00,000 രൂപയാണ് ഒരു ശബ്ദത്തിൻ്റെ വില. ഒരു ദിവസം നമ്മൾ ബാബയുടെ വാണി കേൾക്കുമ്പോഴത്തേക്ക് എത്ര നമ്മുടെ സമ്പാദ്യം എത്രയാണെന്ന് മനസ്സിലായി. കാരണം നമുക്കതിനെ തൂക്കാനുള്ള, മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ കയ്യിലെടുക്കില്ലേ, എടുത്ത് എത്ര ഭാരമുണ്ട് ഇതിന്, സ്വർണം എടുത്തിട്ട് പറയില്ലേ ഇതെത്ര പവനാണെന്നുള്ളത്. അതുപോലെ ഓരോന്നും ഇങ്ങനെ തൂക്കി ഇങ്ങനെ ഇടുകയാണ് ബാബ, ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമ്മൾ അതുപോലെ അതിനെ അങ്ങോട്ട് ഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാബ പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. മമ്മയ്ക്കുള്ള ഏറ്റവും വലിയ വിശേഷത അതായിരുന്നു. അവർ മമ്മയായത് അതുകൊണ്ടാണ്. ബാബ എന്ത് കാര്യം പറഞ്ഞിരുന്നാലും അന്ന് തന്നെ ചെയ്തിരിക്കും അവർ. അങ്ങനെ ഒരു മമ്മയായി. നമുക്കും അങ്ങനെ ആകണം. ബാബ പറയുന്നത് നമുക്ക് ചെയ്യണം. ഇനി അടുത്തത്, ഇത് ഏറ്റവും
മഹത്വപൂർണ്ണമായിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ്, ബാബയോടൊപ്പം എനിക്ക് തിരിച്ചു പോകണം. ബാബ സൃഷ്ടിയിൽ അവതരിച്ചപ്പോഴത്തേക്ക് അന്ന് പറഞ്ഞ കാര്യമാണ്. ബച്ചേ, കുട്ടികളെ, ഇതുവരെ ഈ നടന്നുകൊണ്ടിരുന്നത് ഇത് വെറും നാടകമായിരുന്നു കേട്ടോ. നമ്മളിവിടെ വലിയ സീരിയസ് ആയിട്ട് അല്ലേ, നമ്മൾ വലിയ ഓണർഷിപ്പ് ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇത് വീടും എൻ്റെതാണ്, ആളും എൻ്റെതാണ്, ഇതും എൻ്റെതാണ്, അതും എൻ്റെതാണ്. അപ്പോൾ കാണാൻ ഒരു ദിവസം ഒരാൾ കാലത്തെ ഒന്ന് പറയാണ്, നിങ്ങളെ ഇത് വെറും കളിയാണ് കേട്ടോ, നിങ്ങൾ ഈ കളി കളിച്ച് കാര്യമായിട്ട് എടുത്ത് കേട്ടോ, നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ട സമയമായി, നിങ്ങൾക്ക് ഇനി പോകണം. ഒരു പക്ഷേ നിങ്ങൾ വന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തു ചെയ്യും? പിന്നെ ഞാൻ എന്തു ചെയ്യും? നിങ്ങളെ ഞാൻ ഈ ശരീരത്തിൽ തട്ടി വിലയിലിറക്കി ഞാൻ കൂടെ കൊണ്ടുപോകും. കേട്ടോ? നമ്മൾ കേട്ടാ? അപ്പോൾ പിന്നെ നമുക്കെങ്ങനെയാണ് പോകേണ്ടത്? മാനമര്യാദയായിട്ട് പോകണോ? നമുക്ക് മാനമര്യാദയായിട്ട് പോകണം. ബാബ പറയുന്നത്, ബച്ചേ മൈ തുംകോ പൽക്കോം പർ ബിടാക്കി ലേ ജാത്ത, ഈ കണ്ണിൻ്റെ പോളകളിൽ ഇരുത്തിയിട്ട് കുട്ടി ഞാൻ നിന്നെ കൊണ്ടുപോകാം, അതിനുവേണ്ടി ഞാൻ വന്നിരിക്കുക. നമ്മളിത് കേട്ടു, നമുക്കിത് കാര്യം മനസ്സിലായ, അചാനക് അതിൻ്റെ കൂടെ ഒരു അണ്ടർലൈൻ എന്തുവാണ്? അചാനക് 32 വയസ്സുകാർ പോകുന്നു, 20 വയസ്സുകാർ പോകുന്നു, 40 വയസ്സുകാർ പോകുന്നു. കുറച്ച് പേര് പോയി കേട്ടോ. നമ്മൾ ബാംഗ്ലൂർ കുറേ പേര് ഇരുന്നേരിപ്പിലാണ്, ഒരു കാര്യവുമില്ല, ആൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ജ്ഞാനത്തിലുള്ള പലരും പോയി കേട്ടോ. പോയവർ ഇവരാരും ഇപ്പോൾ പോകുന്നവരല്ലെന്നുള്ള ധാരണയിലിരുന്നതാണ്. ബാബ പറയുന്നത് എന്തുവാണ്? വെച്ച് തുമാര ശരീരക്ക ഊപ്പർ തും ഭരോസ നഹീ രഖോ, ശരീരത്തെ നീ വിശ്വസിക്കേണ്ട കേട്ടോ. കലിയുഗത്തിൽ ശരീരമാണ് ആത്മാവിനെ വിടുന്നത്. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ആത്മാവ് ശരീരത്തിനെ വിടും കേട്ടോ. ഇത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ ആരാണ് നമ്മളെ വിടുന്നത്? ശരീരം ആത്മാവിനെ വിടുകയാണ്. സത്യത്രേതായുഗത്തിൽ ആത്മാവ് ശരീരത്തിനെ വിടുന്നു. അപ്പോൾ ആരാണ് വിടുന്നത് നമ്മളെ? ബാബ പറയും, നിങ്ങളെ ശരീരത്തെ നിങ്ങൾ വിശ്വസിക്കരുതേ. ഇതിൻ്റെ നട്ടും ബോൾട്ടും ഇതിൻ്റെ പമ്പ് സെറ്റും ഇതിൻ്റെ ഗ്രൈൻഡറും ഒക്കെ എപ്പോഴാണ് നിൽക്കണമെന്ന് നിങ്ങൾക്ക് പറയാൻ ഒക്കില്ല. അറിയാമോ? ഒരുപാട് ഇല്ലേ, പമ്പ് സെറ്റും ഗ്രൈൻഡറും ഫിൽറ്ററും പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എപ്പോഴാണ് സ്റ്റാപ്പ് ആകണമെന്ന് പറയാൻ ഒക്കില്ല. ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട എനിക്കിപ്പോൾ 20 ആയുള്ളൂ, അല്ലെങ്കിൽ 30 ആയുള്ളൂ, അല്ലെങ്കിൽ 40 ആയുള്ളൂ, ഇനി ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, പോവും. നോ. അപ്പോൾ ആരുടെയാണ് ഈ പോകേണ്ടത്? ബാബയോടൊപ്പം പോകണം. ഇതെല്ലാം സാക്ഷാത് നടക്കുന്ന സംഭവങ്ങളാണ്. നമുക്കൊരു ശകലം സമയം തന്നിരിക്കുകയാണ് ബാബ. നമ്മളെ പവിത്രരാക്കുന്നതിന് വേണ്ടി ബാബ നമുക്ക് സമയം തന്നിരിക്കുകയാണ്. ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ, ഡിസ്കൗണ്ട്. ടു ലേറ്റ് ഇതിൻ്റെ ബോർഡ് ഇടുന്നതിന് മുമ്പ് ബാബ പറയുന്നത്, വയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഈ സമയം തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ദിവസവും റിവ്യൂ ചെയ്യണം. കാലത്തെണ്ണീറ്റ് എന്തുവാണ്? ഇതിനെ ഒന്ന് നോക്കണം, ഒന്ന് റിവൈസ് ചെയ്യണം. ഇതെനിക്ക് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പോൾ ബാബ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കും. പരിവർത്തനം ബാബ പറയുന്നത്, ബച്ചേ തും അപ്പനെ ആപ്കോ പരിവർത്തനം കറോ. ബാബയുടെ ഈ സീസണിൽ വന്നപ്പോഴത്തേക്ക് നവംബറിൽ പറഞ്ഞ ആദ്യത്തെ കാര്യം ഇതാണ്, അപ്പനെ ആപ്കോ പരിവർത്തനം കറോ. നിങ്ങളെ പരിവർത്തനപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ബാബ ഈ പ്രാവശ്യം ഒരു സ്പെഷ്യൽ ശക്തിയും നമുക്ക് വരദാനമായിട്ട് തന്നിട്ടാണ് പോയത്. ഏത് ശക്തിയാണെന്ന് പറയാമോ? പരിവർത്തൻ കി ശക്തി. പരിവർത്തനം ചെയ്യാനുള്ള ശക്തി ബാബ നമുക്ക് വരദാനമായിട്ട് തന്നിട്ട് പോയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ 2-3 ഹോം വർക്കും നമുക്ക് തന്നിട്ട് പോയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്തുകൊണ്ട് ചെല്ലണം, ഹോം വർക്ക്. അപ്പോൾ ആ ഹോം വർക്ക് എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു അഭ്യാസം ചെയ്യാം. കാരണം ബാബ പറയുന്നത്, കൂടെ നിങ്ങൾ
ഇത് അഭ്യാസം ചെയ്യണം. അശരീരിയാകാനുള്ള അഭ്യാസം ചെയ്യണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സീൻ കൊണ്ടുവരാം. ആ സീൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാക്കണം. നമ്മളെല്ലാം BKs, ശ്വേതവസ്ത്രധാരികളാണ്, വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നവരാണ്. ഈ ലോകത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ ചിതറിക്കിടക്കുകയാണ്. ആസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഇന്ത്യയിലും സിംഗപ്പൂരും മലേഷ്യയിലും പല സ്ഥലങ്ങളിലും നമ്മൾ ചിതറിക്കിടക്കുകയാണ്. അപ്പോൾ ലോകം എന്ന് പറയുന്നത് ഒരു സാഗരമാണ്, സംസാര സാഗരം. സംസാര സാഗരത്തിൽ ആദ്യം നമ്മൾ സംസാര സാഗരത്തെ കാണുകയാണ്. ഏതുപോലെ കടൽ പോലെ അങ്ങനെ അനന്തമായിട്ടുള്ള സാഗരം. അവിടെയും ഇവിടെ ആയിട്ട് ഈ വെള്ള വസ്ത്രധാരികളെ നമ്മൾ കാണുകയാണ്. ഇത് ആദ്യത്തെ സീൻ. അവരെ കാണുകയാണ്. അവരെല്ലാവരും എണീറ്റ് നിൽക്കുകയാണ്. നിന്നതിന് ശേഷം പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു കിരണം, ജ്യോതി ഇങ്ങനെ വന്ന് അവരിൽ നിന്ന് ഉത്ഭവിച്ച ആ സങ്കല്പം ആ പരം ജ്യോതിയിൽ പോയി അതിനെ സ്പർശിക്കുകയാണ്. സ്പർശിച്ചപ്പോഴത്തേക്ക് പ്രകാശം ആ പരമജ്യോതിയിൽ നിന്ന് അവരിലെല്ലാവരിലും ഇങ്ങനെ ഇറങ്ങുകയാണ്. ഈ ദൃശ്യം കൊണ്ടുവരുന്നുണ്ടോ? നമ്മൾ നോക്കുകയാണ്. അവരെണീറ്റ് നിൽക്കുകയാണ്. അവരിലൊരു സങ്കല്പമുണ്ടായി. ആ സങ്കല്പങ്ങളെല്ലാം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആ പരം ജ്യോതിയിലേക്ക് പോയി. അതിനുശേഷം അവർ ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് പൊങ്ങുകയാണ്. പതുക്കെ അവർ പ്രകാശം ശരീരം കൊണ്ട് അവരെല്ലാം പൊങ്ങുകയാണ് മുകളിലോട്ട്. ഫരിസ്തകളായി അവരങ്ങ് പൊങ്ങിയിട്ട് എന്ത് ചെയ്ത് സൂക്ഷ്മ ലോകത്തിലേക്ക് പോവുകയാണ്. ഓൺ ദ വേ, ട്രാൻസിറ്റ് പോയിൻ്റ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ബാബയെ അവരെല്ലാം കാണും. ബാബ പറയുന്നത് ഈ ബ്രഹ്മാവ് ഫരിസ്തയായിട്ട് ഇപ്പോഴ് സൂക്ഷ്മ ലോകത്തിൽ വസിക്കുകയാണ്. ബാബയുടെ അടുത്ത് ചെന്ന് നമ്മളെല്ലാം ഈ ലോകത്തുള്ളവരെല്ലാം ചന്ദ്ര ആകൃതിയിൽ ബാബയുടെ മുമ്പ് നിന്ന് ബാബ എല്ലാവരെയും നോക്കുകയാണ്. നമ്മൾ ആ ദൃശ്യം കൊണ്ടുവരണം. അപ്പോൾ ശിവബാബ ബ്രഹ്മബാബയിൽ പ്രവേശിക്കുകയാണ്. കാരണം ബാബയാണ് നമ്മൾ ആദ്യം ഓർമ്മിച്ചത്. ബാബയെ ഓർമ്മിച്ചപ്പോഴത്തേക്ക് ബാബ ഇങ്ങനെ താഴോട്ടിറങ്ങി ബ്രഹ്മാവിൽ പ്രവേശിച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്കും ദൃഷ്ടി തരികയാണ്. തന്നതിന് ശേഷം ബാബ നമുക്ക് ശക്തി തരികയാണ്. ഈ ഒരു ദൃശ്യം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നല്ല അറ്റൻഷൻ ഉണ്ടെങ്കിൽ നമുക്കിത് നല്ലതുപോലെ അനുഭവിക്കാൻ സാധിക്കും. അത്രയും സമയം നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് ഡിറ്റാച്ച് ആയിട്ട് ബാബയിൽ നിന്ന് നമുക്ക് ദൃഷ്ടി കിട്ടും, ശക്തി കിട്ടിയതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സൂക്ഷ്മ ലോകത്തിൽ നമുക്ക് പോകണം, പരിസ്ഥകളാകും. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോരുത്തരും പെട്ടെന്ന് മുകളിലോട്ട് അങ്ങ് പോയി. ഇനി അതിന് അടുത്ത സെക്ഷനുണ്ട്, അത് പിന്നീട് ഞാൻ പറയാം. ഒന്നിച്ച് പറഞ്ഞാൽ എല്ലാം കൂടെ കൺഫ്യൂഷനായി പോകും. അതുകൊണ്ട് ആദ്യം ഈ ഒരു സ്റ്റേജ്, സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോകുന്ന ഒരു അഭ്യാസം. അപ്പോൾ എല്ലാവരും നല്ല അറ്റൻഷനിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കും. നല്ല അറ്റൻഷനിലിരിക്കണം. ആ ദർശനത്തെ നമ്മൾ കാണണം. ലോകം ശ്വേതവസ്ത്രധാരികൾ പല ഭാഗത്തും ലോകത്തിൻ്റെ അവരെണീറ്റ് നിൽക്കുകയാണ്. അവിടെ നിന്ന് അവർക്ക് സങ്കല്പം വന്ന് ബാബയുടെ സങ്കല്പമുണ്ടായി. പരംധാമിൽ ആ പരം ജ്യോതിയിലേക്ക് അവരുടെ സങ്കല്പം പോയി. ബാബയെ ഓർമ്മിക്കുന്നു. ആ പരം ജ്യോതിയിൽ നിന്ന് സങ്കല്പം, അതിൻ്റെ കിരണങ്ങൾ അവരിലേക്ക് വരുന്നു. അവരവിടെ നിന്നും പൊങ്ങിയിട്ട്
വെള്ള വസ്ത്രധാരികളെല്ലാം ആകാശത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂക്ഷ്മലോകത്തിലെത്തിക്കഴിഞ്ഞ് ബ്രഹ്മബാബയുടെ മുമ്പ് നിൽക്കുകയാണ്. ബ്രഹ്മബാബ നമ്മളെ നോക്കുന്നു. ശിവബാബ മുകളിൽ നിന്ന് പതുക്കെ ഇറങ്ങി ബ്രഹ്മബാബയിൽ പ്രവേശിക്കുന്നു. നമ്മളെ എല്ലാവരെയും നോക്കുകയാണ്. അതിനുശേഷം ബാബയുടെ ഈ കൈ ഇങ്ങനെ വളർന്ന് നമ്മളെ എല്ലാവരെയും കൂടെ ബാബ മാറോട് അണയ്ക്കുന്നു. കമൻട്രി വേണമെങ്കിൽ ഞാൻ തരാം. കമൻട്രി വേണോ? അപ്പോൾ അതിൻ്റെ കൂടെ പോകാൻ പറ്റും. അത് നമ്മൾ തന്നെ ഓരോരുത്തരും അത് ചെയ്യും. കമൻട്രി വേണമെങ്കിൽ തരാം. കമൻട്രി വേണമല്ലേ? ഓക്കെ. നമുക്ക് വളരെ മൈൽഡ് സൗണ്ടിൽ വളരെ അറ്റൻഷനിലിരിക്കണം. നല്ലതുപോലെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഞാനിത് കൂടെ അനുഭവിക്കുന്നതാണ്. ഇത് പ്രാക്ടീസ് ചെയ്ത് ഇത് നമുക്ക് നല്ല സ്പിരിറ്റ്, നമുക്ക് നല്ല ശക്തി ഉണ്ടാവും. എല്ലാവരും ചൈതന്യാവസ്ഥയിലിരിക്കണം. ആർക്കെങ്കിലും ഉറക്കം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എണീക്കണം. എണീറ്റ് പോയി മുഖം കഴുകിയിട്ട് വന്നിരിക്കണം. ഒരു കുഴപ്പമില്ല. കാരണം സന്ധ്യാസമയം ആയതുകൊണ്ട് ചില സമയത്ത് നമുക്ക് ആ ഡ്രൗസിനെസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ പെട്ടെന്ന് എണീക്കണം. പോയിട്ട് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ പതുക്കെ എണീറ്റ് പോയി മുഖം കഴുകിയിട്ട് വന്നിരിക്കണം. ഞാൻ ആത്മാവ്. ഈ ശരീരത്തിൻ്റെ മസ്തക മധ്യത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. ഈ ശരീരം എൻ്റെ ഇരിപ്പിടമാണ്. ഞാൻ എന്നെ നോക്കുകയാണ്. ഈ ശരീരത്തിൻ്റെ പുരികങ്ങളുടെ മധ്യത്തിൽ ഞാനൊരു നക്ഷത്രം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വിശ്വ പരിവർത്തനത്തിൻ്റെ കാര്യത്തെപ്പറ്റി ആലോചിക്കുകയാണ്. ലോകത്തിൻ്റെ പല ദിക്കുകളിൽ ബ്രാഹ്മണ ആത്മാക്കൾ സേവാർത്ഥമായിട്ട് വസിക്കുകയാണ്. അവരെല്ലാം എണീറ്റ് നിൽക്കുന്നതായിട്ട് ഞാൻ കാണുകയാണ്. ഞാൻ ബാബയെ ഓർമ്മിക്കുകയാണ്. ഈ അനന്തമായിട്ടുള്ള ഈ വിശ്വത്തെ, ഈ ലോകത്തെ ബാബയോടൊപ്പം പരിവർത്തനപ്പെടുത്താൻ ഞാനും പങ്കാളിയാണ്. ബ്രാഹ്മണ ആത്മാക്കൾ എണീറ്റ് നിൽക്കുമ്പോൾ ബാബയെ ഓർമ്മിക്കുന്ന സങ്കല്പങ്ങൾ ആകാശത്തേക്ക് ഉയരുകയാണ്.
ബാബയിലേക്ക് ഈ സങ്കല്പങ്ങൾ തീവ്രഗതിയിൽ പാഞ്ഞുകൊണ്ടിരിക്കുക. പരം ജ്യോതി സ്വരൂപനായ ബാബയിൽ ഈ സങ്കല്പങ്ങൾ ചെന്ന് അടയുകയാണ്. ബാബ എല്ലാവരെയും ഓർമ്മിക്കുന്നു. ബാബയുടെ അടുത്തേക്ക് പോകാനുള്ള ഇച്ഛയുണ്ടാകുക. ഈ സംസാര സാഗരത്തിൽ നിന്നും വെള്ളവസ്ത്രധാരികളായിട്ടുള്ള ബ്രാഹ്മണ ആത്മാക്കൾ പ്രകാശ ശരീരം ധരിച്ച് പല ദിക്കുകളിൽ നിന്നും ആകാശത്തേക്ക് ഉയരുകയാണ്. വളരെ മനോഹരമായ ദൃശ്യമാണ്. ആകാശത്തിൽ എവിടെ നോക്കിയിരുന്നാലും പ്രകാശ ശരീരധാരികളായിട്ടുള്ള ഫരിസ്തകളാണ്. സൂര്യ ചന്ദ്ര നക്ഷത്ര ഇത്യാദികളെ മറികടന്ന് ഈ പ്രകാശ ശരീരധാരികൾ അനന്തമായിട്ടുള്ള ആകാശത്തിലേക്ക് ഉയരുകയാണ്. അതിമനോഹരമായ ദൃശ്യം. എല്ലാവരും സൂക്ഷ്മ ലോകത്തിലെത്തിക്കഴിഞ്ഞു. ബ്രഹ്മാ ബാബ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. ബാബ എല്ലാവരെയും നോക്കുകയാണ്. ആ സമയത്ത് ഒരു ദിവ്യപ്രകാശം പരംധാമിൽ നിന്ന് താഴോട്ടിറങ്ങി വരികയാണ്. എല്ലാവരും അങ്ങോട്ട് നോക്കുന്നു. ശിവബാബ വന്ന് ബ്രഹ്മാ ബാബയിൽ പ്രവേശിച്ചു. സ്നേഹമയ്യായ ബാബ കരുണാനിധിയായ ബാബ സ്നേഹത്തോടെ എല്ലാവർക്കും ദൃഷ്ടി കൊടുക്കുന്നു. സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ട് എല്ലാവരെയും തലോടുകയാണ് ബാബ. എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് ബാബ പ്രാണേശ്വരനായ ബാബ എന്നുള്ള അൻഹദ് നാദം ഉള്ളിൽ നിന്ന് ഉയരുകയാണ്.
സ്നേഹി ബാബ. ബാബ തൻ്റെ 2 കൈകളും കൊണ്ട് എല്ലാവരെയും മാറോടണയ്ക്കുകയാണ്. സദ്ഗതിദാത, പരമ്പൊരുളേ, ഈ സാന്നിധ്യത്തിന് വേണ്ടി ജന്മജന്മാന്തരം തീർത്ഥയാത്രകളും ജപവും തപവും വ്രതവും അനുഷ്ഠിച്ച് ഇപ്പോൾ ആ ദാഹം ശമിക്കുകയാണ്. ബാബ ബാബ മാറോടടച്ചതിന് ശേഷം എല്ലാവർക്കും ദൃഷ്ടി കൊടുക്കുകയാണ്. എല്ലാവരും സൂക്ഷ്മവതൻ വിട്ടിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് വരികയാണ്. പതുക്കെ പതുക്കെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളെ മറികടന്ന് ഭൂമിയിലേക്ക് വരികയാണ്. അവരുടെ സ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്. ഞാൻ ആത്മാവ് വന്ന് എൻ്റെ സ്ഥൂല ശരീരത്തിൽ പ്രവേശിക്കുകയാണ്. ഓം ശാന്തി. ഇതിൻ്റെ പ്രഭാവം നമ്മളൊരു പക്ഷേ കാലത്ത് ഇത് അഭ്യാസം ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് വരെ ഇതിൻ്റെ ഇൻടോക്സിക്കേഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ആ മൂഡിലായിരിക്കും എപ്പോഴും. ഇത് അഭ്യാസം ചെയ്ത് നോക്കാം. ബാബ പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങൾ പണ്ടെല്ലാം ബാബയെ കാണാൻ പോകുമ്പോഴത്തേക്ക് ബാബ നമ്മളെ പേഴ്സണലായിട്ട് കാണുമായിരുന്നു. ഓരോരുത്തരെ കണ്ടിട്ട് ഓരോരുത്തരോട് സംസാരിച്ച് പിന്നെ ബാബ നമുക്ക് ടോലി തരുമായിരുന്നു. പാണ്ഡവ ഭവനിലായിരുന്നു, അതിനുശേഷം പിന്നെ മുകളിൽ ഓം ശാന്തി ഭവനിലായി. പിന്നെ അവിടെ നിന്ന് ഇനി താഴെ ഇറങ്ങിയപ്പോഴത്തേക്ക് വലിയ ജനസമൂഹമാണ്. അപ്പോഴും മുതൽ ബാബയെ കാണാൻ ഒക്കാതെ ആയി. അപ്പോൾ ആദ്യ ദിവസം ബാബ വന്നപ്പോഴത്തേക്ക് ബാബ പറഞ്ഞ്, ഇവിടെ ഈ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഇത്രയും പേരെ എനിക്ക് പേഴ്സണലായിട്ട് കാണുന്നതിനോ ദൃഷ്ടി തരുന്നതിനോ
ഹ്യൂമൻലി ഇമ്പോസിബിളാണ്. ഈശ്വരനായിരുന്നാലും അതുപോലെ തന്നെ എത്രയോ ആളുകളാണ്, ആയിരക്കണക്കിന്. അപ്പോൾ ബാബ അന്ന് പറഞ്ഞ്, ബെച്ചത്തും ഉപ്പരാജാവ് മോളിൽ വന്നാൽ ഈ ഒരു ലിമിറ്റേഷനും ഇല്ല. നിനക്ക് എപ്പോഴും വേണമെങ്കിലും വന്ന് എന്നെ കാണാം, എൻ്റെ കൂടെ ഇരിക്കാം, നമുക്ക് ഒത്തൊരുമിച്ച് എവിടെ വേണമെങ്കിലും പോവാം. അവിടെ ഒരു ലിമിറ്റേഷനും ഇല്ല. അന്ന് മുതൽ ഈ അഭ്യാസം തുടങ്ങിയതാണ്. അത് പ്രാക്ടിക്കലാവാൻ തുടങ്ങി. പ്രാക്ടിക്കൽ ഏതുപോലെ ട്രാൻസിൽ നമ്മൾ കാണുന്നത് പോലെ സെയിം ടൈപ്പ് നമ്മളിവിടെ ഇരുന്നുകൊണ്ട് അങ്ങ് പോയാൽ മതി. ബാബ ഓരോ സീൻ അങ്ങനെ കാണിക്കും. നമുക്കിത് ജ്ഞാനത്തിൻ്റെ ബലം കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇപ്പോൾ ഏത് സ്ഥിതിയിൽ വേണമെങ്കിലും നമുക്ക് പോകാൻ സാധിക്കും. എല്ലാവരും ഇത് അഭ്യാസം ചെയ്യണം. ഈ സംഗമ യുഗത്തിൽ മാത്രമേ ഈ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ ഒക്കുകയുള്ളൂ. ഏത് സമയത്തും ബാബയോടൊപ്പം നമുക്ക് ഇരിക്കാൻ സാധിക്കും. മുകളിൽ പോകണം. ശരീരത്തിൻ്റെ ഡിറ്റാച്ച്മെൻ്റ് ആയിക്കൊണ്ടിരിക്കും. ശരീരത്തിൻ്റെ ശരീര കാ ഭാൻ നിക്കൽ കെ ജാത്തായ. ബാബ പറഞ്ഞ് ശരീരത്തിൻ്റെ ഇത് നിങ്ങൾ ഡിറ്റാച്ച് ആയിക്കൊണ്ടിരിക്കും. എത്രത്തോളം ശരീരത്തിൽ നമ്മൾ വേറിട്ട് നിൽക്കുന്നു, അത്രത്തോളം ലോകത്തിലുണ്ടാകുന്ന വിഷമതകൾ നമ്മളെ സ്പർശിക്കുകയില്ല, നമ്മൾ ടച്ച് ചെയ്യാൻ നോക്കില്ല. വിഷമത എന്താണെന്ന് പോലും നമുക്കറിയാൻ നോക്കില്ല. അങ്ങനെ ഒരു പരിസ്ഥിതിയിൽ നമ്മൾ വന്ന് നിൽക്കും. എന്തെങ്കിലും രോഗമുണ്ടായിരുന്നാലും രോഗമുണ്ടായെന്ന് പോലും അറിയാൻ നോക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കും. ശരീരത്തിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച് ആയിട്ട് പോകും. അപ്പോൾ ഇതെല്ലാം നമുക്ക് അനുഭവിക്കണം വേണ്ടേ? അപ്പോൾ ഇതിൻ്റെ തുടക്കമാണ് ഈ ഭട്ടിയിൽ നമ്മളിത് തുടക്കം. അപ്പോൾ ഇതിനു വേണ്ടി ദിവസവും അല്പസമയം യോഗത്തിലിരിക്കുമ്പോഴത്തേക്ക് ഒരവസ്ഥയിലേക്ക് നമുക്കങ്ങ് പോവാം. ദിവസവും നമ്മൾ യോഗം ചെയ്യും. അമൃതവേള സമയത്ത് ഒരു അവസ്ഥയിൽ പോവാം, പിന്നീട് ഇരിക്കുമ്പോൾ മറ്റൊരവസ്ഥയിൽ പോവാം, വൈകിട്ടിരിക്കുമ്പോൾ മറ്റൊരവസ്ഥയിൽ പോവാം. ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. ആകാശ സഞ്ചാരികളായിട്ട് അങ്ങ് മാറും നമ്മൾ. ഈ ആകാശമല്ല, ആ ആകാശം. പരംധാമിൽ പോയിട്ട് ബാബയോടൊപ്പം ബിന്ദുവായിട്ട് അവിടെ ഇരിക്കാം.